ഹായ്, ഇതാണ് നമ്മുടെ ഫൗൾസിൻ്റെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 2 വെസൽ സിസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഇയർലി ഫിൽറ്റർ ചേഞ്ചോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ബാക്ക് വാഷ് എന്നുള്ള ഓപ്ഷനാണ്. ബാക്ക് വാഷ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വീട്ടിലെ ലേഡീസിനോ നമ്മുടെ അമ്മമാർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലിവർ ഷിഫ്റ്റിംഗ് ആണ്. ഈ ലിവർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മോട്ടർ ഓഫ് ചെയ്യാം. മോട്ടർ ഓഫ് ചെയ്ത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പമ്പിങ്ങിലാണ്. പമ്പിങ് ലൈനിലായതുകൊണ്ട് നമ്മളിത് 2 ടൈപ്പിലാണ് ചെയ്യുക. ഗ്രാവിറ്റി ലൈനിലും ചെയ്യും, പമ്പിങ് ലൈനിലും ചെയ്യും. നമ്മളിവിടെ ചെയ്യുന്നത് പമ്പിങ് ലൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുക. മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലിവർ പ്രസ് ചെയ്യാം. ലിവർ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ഗിയറിലേക്കാണ്. ബാക്ക് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഈ ബാക്ക് വാഷിൽ ഇട്ടതിന് ശേഷം നമ്മൾ മോട്ടർ ഓൺ ചെയ്യാം. മോട്ടർ ഓൺ ചെയ്യുന്ന വഴി നമ്മുടെ ഈ ഡ്രെയിനേജിലേക്ക് കൂടി ചെളി വെള്ളം മെഷീൻ്റെ ഉള്ളിൽ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ ഉള്ളിൽ ചെളി കംപ്ലീറ്റ്ലി ഈ ഡ്രെയിനേജ് വഴി പോകും. നമ്മളൊരു 5 to 10 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ചെളി കംപ്ലീറ്റ്ലി പോയതിന് ശേഷം നമ്മുടെ വെള്ളം എത്രത്തോളം ക്ലിയർ ആയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത ഗിയറിലേക്ക് ഇടാം. അടുത്ത ഗിയർ എന്ന് പറയുന്നത് റിൻസാണ്. ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊരു ബുഷ് വരുന്നുണ്ട്, അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിട്ട് നമ്മളെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റിൻസാണ്. റിൻസിലേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് മോട്ടർ ഓഫ് ചെയ്യുക. മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം നേരെ റിൻസിലേക്ക് ഇടാം. ഗിയർ പ്രസ് ചെയ്യുക, റിൻസിലേക്ക് ഇടാം. റിൻസിലേക്ക് ഇട്ടതിന് ശേഷം മോട്ടർ ഓൺ ചെയ്യുക. മോട്ടർ ഓൺ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് വെള്ളം പിന്നീടും കംപ്ലീറ്റ്ലി ഉള്ള വേസ്റ്റേജും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പോകും. ഡ്രെയിനേജിലേക്ക് കൂടി ഒരു 3-4 മിനിറ്റ് റിൻസിലിട്ടതിന് ശേഷം ആണ് നമ്മൾ ഫിൽറ്ററിലേക്ക് ഇടേണ്ടത്. ഫിൽറ്ററിലേക്ക് പിന്നെ ഇടുമ്പോഴും നമ്മൾ മോട്ടർ ഓഫ് ചെയ്യാൻ മറക്കരുത്. മോട്ടർ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഫിൽറ്ററിലേക്ക് ഇടാം. ഗിയർ പ്രസ് ചെയ്യുക, ഫിൽറ്ററിലേക്ക് ഇടുക. ഫസ്റ്റ് ഗിയറിൽ ഇതാണ് നോർമൽ പൊസിഷൻ വരുന്നത്, ഫിൽറ്റർ പൊസിഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് മോട്ടർ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫിൽട്രേഷൻ ആയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു ചെക്കിംഗ് വാൾവ് വെച്ചിട്ടുണ്ട്. ചെക്കിംഗ് വാൾവ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബാക്ക് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചെക്കിംഗ് വാൾവ് ഓപ്പൺ ആക്കി വിടണം. ഓപ്പൺ ആക്കി വിടുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിവർ ന്യൂട്രലിലേക്ക് വരും. ലിവർ ന്യൂട്രലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലൈനിലേക്ക് മെഷീൻ്റെ ഉള്ളിലെ ചെളി കാര്യങ്ങളൊക്കെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ചെക്കിംഗ് വാൾവ് ഓപ്പൺ ആക്കി വെക്കാൻ പറയുന്നത്.